everyone, welcome back to my channel. ഓക്കെ, എന്നെ കാണാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോലെ ഇരിപ്പുണ്ടോ? എന്നാ അതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയാകുമ്പോൾ വണ്ടി കൊടുത്ത് വൈകുന്നേരം 6 മണിയായപ്പോൾ വണ്ടി കിട്ടി. സെക്കൻഡ് സർവീസിന് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് വണ്ടി എടുത്തിട്ട് ഡയറക്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് ബില്ല് എസ്റ്റിമേറ്റ് എമൗണ്ട് പറഞ്ഞപ്പോഴേ എൻ്റെ ിലേക്ക് ഞെട്ടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഓക്കെ, വണ്ടി കിട്ടണ സമയം കുറച്ചും കൂടി കയറി വരുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കാത്തത്. ഫസ്റ്റ് എൻ്റെ വണ്ടിയുടെ ഇത്രയും സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ 10,000 കിലോമീറ്റർ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ വണ്ടി അതാണെന്ന് ആദ്യം പറയട്ടെ. റെനോൾട്ടിൻ്റെ കൈഗറാണ്. ഓക്കെ, വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് സജഷൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടുതലും വണ്ടിയായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനോൾട്ടിന് അത്യാവശ്യം എഞ്ചിൻ കംപ്ലൈൻറ്റ് വരുന്ന വണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്, സർവീസൊക്കെ അത്രയ്ക്ക് സൂപ്പറൊന്നും അല്ല എന്നുള്ള സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് കമ്പാരിറ്റീവ് തീരെ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, എബവ് ആവറേജ്. മീൻസ് മാരുതിയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന് റെനോൾട്ട് എടുത്തത്, മാരുതി എടുത്തുകൂടായിരുന്ന, കൂടുതൽ സർവീസ് സെൻറ്റർ കിട്ടൂലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള സജഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇൻ കേസ് റെനോൾട്ടിൻ്റെ വണ്ടി എടുക്കാൻ താല്പര്യം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ റെനോൾട്ടിൻ്റെ ഫസ്റ്റ് സർവീസ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് 1000 കിലോമീറ്ററിലായിരുന്നു. 1000 3000 ആയിരുന്നു, എനിക്ക് മറന്നുപോയി. 1000 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫസ്റ്റ് സർവീസ് ചെയ്ത സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചാനലിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ അത് എത്രാമത്തെ കിലോമീറ്ററിലാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് സർവീസ് വരുന്നത് എന്തായാലും 10,000-ലാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ ട്രിവാൻഡ്രം കരമനയാണ് മെയിൻ സർവീസ് സെൻറ്റർ. അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെന്നൈയിൽ ജോബായി. ഞാൻ വർക്ക് ഫ്രം ഓഫീസ് ആയതുകൊണ്ട് വണ്ടിയും കൊണ്ട് ചെന്നൈയിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ചെന്നൈയിലോട്ട് വരുന്ന സമയത്തുള്ള ലോങ് ഡ്രൈവ്, എൻ്റെ അമ്മയും ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് ഡ്രൈവ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് സർവീസ് വരെയും റെനോൾട്ട് കൈഗർ RXT ഓപ്ഷനിലാണ് എൻ്റെ വണ്ടി. ഈ വണ്ടിയിൽ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ യൂസിന് പക്കയാണ്. എനിക്ക് ആകെ കുറച്ച് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചും കൂടി സ്പീഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ടർബോ ആയിരുന്നെങ്കിൽ, 1 ലിറ്റർ ടർബോ ആയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അഡ്വഞ്ചർ ലവിങ് നേച്ചറിന് അല്ലെങ്കിൽ സ്പീഡ് ലവിങ് നേച്ചറിന് കുറച്ചും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റാഷ് ഡ്രൈവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഇവിടെ ചെന്നൈയിലൊക്കെ ഫുൾ ഓപ്പൺ ഹൈവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെന്നൈ ടു പോണ്ടിച്ചേരിയൊക്കെ പോകാന്നുള്ളതാണെങ്കിൽ 2 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് കഴക്കൂട്ടം പോകുന്നതിനേയും കാട്ടിയിട്ടും നല്ല അടിപൊളി റോഡും ഹൈവേ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ മാത്രം വണ്ടിയുടെ ഒരു പവറിൽ ചെറിയൊരു ഡ്രോപ്പ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫക്ട് ചെയ്യില്ല. ഒരു ചെറിയൊരു മൊമെന്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അത് പിന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കണ്ടെത്താറുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനി നമുക്ക് സർവീസിലോട്ട് പോവാം, സർവീസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. സെക്കൻഡ് സർവീസ് 10,000-ലായിരുന്നു. സെക്കൻഡ് സർവീസിൽ അവരെനിക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എഞ്ചിൻ ഓയിൽ, പിന്നെ ഒന്ന് ഓയിൽ ഫിൽട്ടർ, AC ഫിൽട്ടർ, എയർ ഫിൽട്ടർ, പിന്നെ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും സംഗതികളാണ് ചേഞ്ച് ചെയ്ത് തന്നത്. എസ്റ്റിമേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് സർവീസിന്റെ എന്തൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് എനിക്ക് ആകെ മൊത്തം ആയ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,696 രൂപ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം. 3,696 ഓൺലി. കണ്ടോ, 3,696 രൂപ. എന്റെ കണ്ണ് തള്ളിപ്പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആവുകളാ എന്നുള്ളൊരു ഡൗട്ടാണ്. ഞാനൊരു ബൈക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ബുള്ളറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബുള്ളറ്റുണ്ട്, അവൻ ഷോറൂമിൽ കയറ്റി കഴിഞ്ഞാൽ മിനിമം 5,000 രൂപ ആവാതെ വണ്ടി പുറത്തിറങ്ങൂല. അപ്പൊ ഞാൻ ഞെട്ടി, ഈശ്വര അവരുള്ളത് എന്നെ പറയണത്. ചുമ്മാ എന്നെ വെറുതെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കാർ കൊണ്ടുവരുന്ന സമയത്ത് സാർ ഒരു 10,000 രൂപ ആയി എന്ന് പറയും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നിട്ട് ആയില്ല, കൊള്ളാലോ. അപ്പോൾ എനിക്കതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചാ എന്നാ പിന്നെ കൊള്ളാലോ, ഇത് ലാഭമല്ലോ. കാരണം എൻ്റെ ഒരു മുന്നേ ഇരുന്ന ബൈക്ക് നിഞ്ചയാണ്. അപ്പം നിഞ്ച ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിന്റെ സർവീസ് കോസ്റ്റ് എത്രയാണ്. അങ്ങനെ ഞാൻ ഓവറോൾ സർവീസിൽ ഹാപ്പിയാണ്. ഇതുവരെയുള്ള സർവീസ് ഹാപ്പിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെന്നൈ ഇപ്പം സർവീസിന് കൊടുത്തത് ചെന്നൈ OMR-ലുള്ള സർവീസ് സെന്ററിലാണ്. അവരുടെ ട്രീറ്റ്മെന്റ് നല്ലതായിരുന്നു. കാരണം രാവിലെ ഞാൻ കൊണ്ട് കൊടുക്കുകയും
തിരിച്ച് ഡ്രോപ്പ് ചെയ്ത പുള്ളിയും അത്യാവശ്യം നീറ്റായിട്ടാണ് ഡെലിവറി ഹാൻഡിൽ ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ സർവീസ് വൈസ് ഹാപ്പിയാണ്. പിന്നെ ഇതുവരെയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എഞ്ചിൻ സൈഡിലോ അല്ലെങ്കിൽ കംഫർട്ടിന്റെ സൈഡിലോ വേറെ ഒരു വണ്ടിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. സോ റെനോൾട്ടിന്റെ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ഒരു പ്രശ്നം തോന്നാത്തടത്തോളം കാലം. കാരണം വൺ ഓഫ് ദി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് അധികം സ്പേഷ്യസ് ആണ്. ഞാനിത് ഓൺ റോഡ് ഇറങ്ങിയ സമയത്ത് 940 ആയിരുന്നു. ഇത് സെക്കൻഡ് ടോപ്പ് മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസ് വേരിയന്റിനൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ്. ഒരു 7 ലക്ഷത്തിനകത്തൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇപ്പോൾ റെനോൾട്ടിന്റെ അതേ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളും ഉള്ള ഒരു വണ്ടിയാണ് മാഗ്നൈറ്റ്. അപ്പോൾ അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെനോൾട്ടിന്റെ പുതിയ ഡസ്റ്റർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡ് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങിക്കാം. കാരണം അവർക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഓൺ റോഡ്. കാരണം ക്യുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കിടിലം മോഡലുണ്ട്. മീൻസ് ഇതിന്റെ തൊട്ട് താഴത്തെ ഒരു വണ്ടിയാണ്. കുറച്ചും കൂടി മറ്റേ നമ്മുടെ ആൾട്ടോ പോലെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടിയാണ്. അപ്പോൾ റെനോൾട്ടിനെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തത്. ഇഷ്യൂസ് ഒന്നും എനിക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഐ എം ഹാപ്പി വിത്ത് ദ സർവീസ് ഓൾസോ. ഐ എം ഹാപ്പി വിത്ത് ദ വെഹിക്കിൾ ഓൾസോ. എ ഹാപ്പി കസ്റ്റമർ. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് സർവീസ് അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിൻ്റെ റിവ്യൂ. സോ ദാറ്റ്സ് ഓൾ. ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ എവരിവൺ. ബൈ.